അവിടെ നിന്ന് ഒരു പയ്യൻ വന്നോ, നമുക്ക് പയ്യനോന്ന് ചോദിച്ചു നോക്കാം. അവന് ആരുടെ ഫാനാണ്? റൊണാൾഡോ ആണോ മെസ്സി ആണോ നെയ്മറോ? അപ്പോൾ നമുക്ക് മനസ്സിലാവും ആരുടെ ഫാനാണ്. എടാ നിന്നോ, എടാ നിന്നോട് ചോദിച്ചു നോക്കട്ടെ. ചോദ്യമല്ല, നീ ആരുടെ ഫാനാ? പൊക്കള, നിന്നെ വേണ്ട കേട്ടോ. റൊണാൾഡോ. നീ എന്താ ഇങ്ങനെ? ഞാൻ പറഞ്ഞല്ലോ മായച്ചനെ കേട്ടോ. ഒന്നുമില്ല. ഞാൻ നേരത്തെ കാണിച്ചു തരാന്ന് പറഞ്ഞാൽ ഗേസ് വീഡിയോ എടുക്കാൻ വേണ്ടി പോവാറുണ്ട്. അപ്പോഴാണ് ഈ വഴി വന്നപ്പോൾ ഒരു കാഴ്ച ഉണ്ട്. നിങ്ങൾ കാണിച്ചു തരാം. കുറച്ച് വിഷമമുള്ള കേസാണ്, കാണിച്ചു തരാം. പക്ഷേ എൻ്റെ പൊന്നോ, കഴിഞ്ഞ വീഡിയോയിൽ ഇല്ലാത്ത കമൻസ് ഇല്ല. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇല്ലെങ്കിലും നേരിട്ട് ഒരുപാട് കമൻസ് ഇട്ട്. എടാ നിന്നെ പെണ്ണ് തേച്ചിട്ട് പോയാ? എടാ നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? എടാ നീ എന്താ അങ്ങനെ പോയേ? നിന്നെ ഏത് പെണ്ണ് തേച്ചിട്ട് പോയേ? ബ്രേക്കപ്പ് ആയല്ലേ? അതിൻ്റെ വിഷമല്ലേ? എന്നാടാ എടാ, ഞാനൊക്കെ പെണ്ണിനെ പുറകെ പോകുന്നു തോന്നുന്നുണ്ടോ നിനക്കൊക്കെ? എവിടെ? നമ്മൾ മാന്യമായിട്ട് വീഡിയോ എടുക്കുക, അടിച്ചു പൊളിക്കുക, ഇങ്ങനെയൊക്കെ ഹാപ്പി ലൈഫ് ഇട്ട് എടുക്കുമ്പോൾ എന്തിന് പെണ്ണൊക്കെ ഇത് ഇങ്ങനെ വീശി കൊടുത്തവർ വരും. കാശു ഇതിന് പെണ്ണിൻ്റെ ആവശ്യമൊന്നുമില്ല. ദാറ്റ്സ് എ സിമ്പിൾ ലൈഫ്. നമ്മൾ ലൈഫ് ഇങ്ങനെ എൻജോയ് ചെയ്യുക, അല്ലാണ്ട് പെണ്ണൊക്കെ വന്ന് ജീവിതം മുടിയുള്ളൂ. മനസ്സിലായോ? ആഘോഷിക്കുക. ഗയ്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോ എടുക്കാൻ പോകുന്ന ഒരു കുറേ നാൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ ആണ്. ആ വീഡിയോ ആണ് ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പോൾ അത് ചെയ്തില്ലെങ്കിൽ ബാക്കിയുള്ള വീഡിയോസ് എടുക്കാൻ എനിക്കൊരു ഉത്സാഹമില്ല. സോ നിങ്ങളോട് പറയണമെന്നൊന്ന് ആഗ്രഹിച്ചു. ഞാൻ തന്നെ മാത്രമേ ഉള്ളൂ, പിന്നെ മറ്റേ കുറച്ച് ആൾക്കാരെ കൂടി അടക്കാം. ചിലവർക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് വിഷമങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടി മാറ്റിയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. ഓക്കെ, അത് കണ്ട, മെസ്സി ഉണ്ട്, നെയ്മർ ഉണ്ട്. ഇവിടെ റൊണാൾഡോ ഇവിടെ. സംഭവം ഇത്ര ഹേറ്റേഴ്സ് ഉണ്ടെന്ന് ഞാൻ ഇന്നലെ അറിഞ്ഞ. അത് വേറെ കേസ്. എല്ലാവർക്കും അണ്ണനോട് ഇത്ര ദേഷ്യം എനിക്ക് മനസ്സിലാവുള്ള കേസ്. പക്ഷെ ഒരു കേസ് ഞാൻ പറയാം. റൗണ്ട് ഓഫ് 32, റൗണ്ട് ഓഫ് 16, ക്വാർട്ടറും സെമി ഫൈനലും കയറി കപ്പടിച്ച് അണ്ണം വരും. എന്നിട്ട് വരും, ഉറപ്പാണ്. എനിക്ക് 100% ഉറപ്പാണ്. ഞങ്ങളെ ചതിക്കില്ല. എന്നാലും നിങ്ങൾ ചെയ്ത് ചെത്തായിപ്പോയി. പോർച്ചുഗൽ കപ്പടിക്കും കേസ്, അതാണ് എൻ്റെ ആഗ്രഹം. എന്തായാലും പുള്ളിക്ക് റൊണാൾഡോ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തിക്ക് ഒരു ഈഗോ എന്ന് പറഞ്ഞ സാധനം കയറിക്കഴിഞ്ഞാൽ അത് എന്ത് മാങ്ങാത്തൊലി ആയാലും പുള്ളി അത് നേടിയെടുക്കും. പുള്ളി അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. പിന്നെ കഴിഞ്ഞ കളിയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ തിരിച്ചു വരും ഉറപ്പാണ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. സിംഗിൾ മച്ചാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഈ വീഡിയോയിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ എൻ്റർടൈൻമെൻ്റ് ഒന്നുമല്ല, ജസ്റ്റ് ഫോർ ഒരു വീഡിയോ, അത്രേ ഉള്ളൂ. അത് ജസ്റ്റ് എല്ലാവരും കാണാം. പിന്നെ ആരും ബോറടിപ്പിക്കുക എന്ന് പറയരുത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നല്ല ഊളമാക്കി സംസാരിച്ചു എന്നെനിക്ക് നല്ല രീതിയിൽ ഡൗട്ടുണ്ട്. പക്ഷേ അത്രയും കാലം വീഡിയോസ് ഇടാതിരുന്നിട്ടും അത്രയും പേര് എന്നെ സപ്പോർട്ട് ചെയ്തതിന് ഭയങ്കര താങ്ക്സ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ദിസ് ഈസ് മൈ ഗാഡി. ഇതാണ് എൻ്റെ വണ്ടി. ഈ വണ്ടിയിൽ നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോൾ ഒരു പ്രശ്നമൊന്നുമില്ല. ഈ വണ്ടിയുടെ ഫസ്റ്റത്തെ ആക്സിഡൻറ്റ്, അതായത് എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയതല്ല, വേറൊരാൾക്കാരുടെ നിന്ന് പറ്റിയതാണ്. സംഭവം എന്ന് വെച്ചാൽ ആ പുള്ളി ഇങ്ങോട്ട് ഒന്ന് കയറിയിട്ട് എനിക്ക് പറ്റിക്കാൻ പറ്റില്ല. എന്നാൽ മഴയും കൂടി പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അത് ഈ അടുത്തൊന്നുമല്ലടാ, ഓരോ കൊല്ലത്തിന് മുമ്പാട്ടാ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മണ്ണിൽ കൂടെ ഉരഞ്ഞു പോയപ്പോൾ ഈ മൺകാടില്ലേ, ഈ മൺകാടും ഈ സാധനവും പൊളിഞ്ഞുപോയി, മൊത്തത്തിൽ പൊളിഞ്ഞുപോയി. സോ അങ്ങനെ പുള്ളിയിൽ നിന്ന് പൈസ വാങ്ങിച്ച് പിന്നെയും നന്നാക്കി എടുത്ത പോലാണ്. എന്നിട്ട് പിന്നെയും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി മറിച്ച്. അപ്പം അതിൻ്റെ സ്ക്രാച്ചാണ് ഈ കാണുന്നത്. അതെന്താ കയ്യിൽ ഇരിപ്പുകൊണ്ട് തന്നെ. അതാണ് സംഭവം എന്ന് വെച്ചാൽ, ഇപ്പുറത്തെ റോഡ് സൈഡിൽ പണിയെടുക്കുന്നുണ്ട്, ഇപ്പുറത്തെ വണ്ടി ഇങ്ങനെ പോകുന്നത്, ഞാനാണ് ഏറ്റവും ഫ്രണ്ടിലിരിക്കണത്. അപ്പോൾ വലിയ ലോറി ഇങ്ങനെ വന്നപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ ഇങ്ങനെ പറഞ്ഞു. സോ അതിൻ്റെ പാടാണ് ഈ കാണുന്നത്. അതുപോലെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. ഇങ്ങനെ ഇത്, അതുപോലെ ഇത് വെച്ചേ ഒരു ആയിരടാ. ഓക്കെ, ഇത് പുതിയ ഇൻഡിക്കേറ്റർ വെച്ച്, പിന്നെ എന്താ ഇതൊക്കെ തന്നെ. ജസ്റ്റ് ഇത് ടയർ മാറി, 2 ടയർ മാറി,
ഈ വണ്ടി കൊണ്ടാണ് നമ്മൾ ഒരുപാട് വീഡിയോസ് എടുക്കാമെന്ന് പറഞ്ഞ് പോയത്. പക്ഷേ സെക്കൻഡ് ഹാൻഡ് വണ്ടി ആയതുകൊണ്ടും അതുപോലെ 2010 മോഡലായതുകൊണ്ടും വലിയ കാര്യമായിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സോ സെക്കൻഡ് ഹാൻഡ് വണ്ടി ആയതുകൊണ്ട് അതിൻ്റെ ഒരു മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പം ഇതിൻ്റെ ഷോക്ക് മാറ്റണം, അതുപോലെ ഇപ്പം ഇൻഡിക്കേറ്റർ മര്യാദ കത്തല്ല, ഇൻഡിക്കേറ്റർ മിന്നല്ല, അപ്പം അത് ശരിയാക്കണം. ഹെഡ്ലൈറ്റ് ശരിയാക്കണം. പിന്നെ വേണ്ട സൈലൻസർ തുരുമ്പിടിച്ച് പോകണ്ട, അത് ശരിയാക്കണം. എൻജിൻ ഓയിൽ സംഭവം എന്തൊക്കെയാണ് പറ്റിയതെന്ന് വെച്ചാൽ എൻജിൻ ഓയിൽ മാറാൻ വിട്ടുപോയി. ഞാനാണ് ഇതിനകത്ത് ജിയോ മാർട്ട് ഓടിക്കൊണ്ട സമയത്ത് കഴിഞ്ഞ കൊല്ലം ഈ അടുത്ത് നിർത്തിയ ജിയോ മാർട്ട് ഓടിക്കൊണ്ട സമയത്ത് എൻജിൻ ഓയിൽ മാറ്റാൻ മറന്നുപോയി. അപ്പം മാറ്റാൻ മറന്നുപോയപ്പോൾ സൈലൻസറിന് നൈസായിട്ട് പുകയും വന്ന് പണിയും കിട്ടി, ആകെ മൊത്തം കുളമായി. പിന്നെ 2 മാസമൊക്കെ ആയിട്ട് വണ്ടി ഓടിച്ചില്ല. എന്നിട്ട് 5 മണിക്ക് പൈസ ഉണ്ടാക്കി കടം വാങ്ങിച്ച്, എന്നിട്ട് കടം തീർക്കാൻ വേണ്ടി ഇങ്ങനെ സൈക്കിളായിട്ട് കൊടുക്കുന്ന ടൈമില്ല. അതാണ് സംഭവം. വീഡിയോ എടുക്കാൻ മെയിനായിട്ട് സമയമില്ലായിരുന്നു. കടം വാങ്ങിക്കാൻ പിന്നെയും പണിക്ക് പോവാ. എന്നിട്ട് കടം വാങ്ങിക്കാൻ പറ്റിയ സമയത്ത് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെയും പണിക്ക് പോയിട്ട് പിന്നെയും കടം കൊടുക്കാം. അതാണ് ലൈഫ് സൈക്കിൾ പോലെ ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് ഇങ്ങനെ വീഡിയോ എടുക്കാണ്ട് ഒറ്റ റൂട്ടിൽ പോയത്. അല്ലാണ്ട് പെണ്ണും മാങ്ങത്തിനും തേച്ചിട്ടൊന്നുമില്ല, മനസ്സിലായോ? അപ്പം വണ്ടി ഓടിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങൾ എന്ത് ഡെലിവറിക്ക് പോയാലും ഈ സാമാനുണ്ടല്ലോ ഇത് വെച്ച് ഓടിക്കാം. ഇതുള്ളതുകൊണ്ടാണ് എനിക്കൊന്നും പറ്റാണ്ടിരുന്നത്. അല്ലെങ്കിൽ അതന്നെ. പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ ഓയിൽ ചെക്ക് ചെയ്യണം, അതുപോലെ ഹെൽമെറ്റ് മേടിച്ചു വേണം. ഓയിൽ ഡെലിവറിക്ക് പോണവരാണെങ്കിൽ മെയിനായിട്ട് ഓയിൽ ചെക്ക് ചെയ്തിട്ട് പോവാം. സോ അത് പറയാൻ